മുരളീധരൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സാർ ഇടപെട്ടിട്ടാണ് വിത്തിൻ ഒരു 2-3 വീക്സിനകം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് വലിയൊരു സംഭവമായിരുന്നു വന്ദേ ഭാരത് മിഷൻ. ഞങ്ങൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കല്ലയം പള്ളിമുക്ക് പ്രദേശത്താണ്. 2020 കോവിഡ് സമയത്ത് റഷ്യയിലെ MBBS വിദ്യാർത്ഥിനികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അന്ന് പ്രയത്നിച്ചത് വി മുരളീധരൻ ചേട്ടനാണ്. അന്ന് മോദിജിയുടെ വന്ദേ ഭാരത് പ്ലെയിനുകളായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് അനുപമയാണ്. അനുപമയെ പരിചയപ്പെടാം. അപ്പം വി മുരളീധരൻ ചേട്ടൻ എങ്ങനെയാണ് സഹായിച്ചത്, എന്താണ് സംഭവിച്ചത്, അതൊക്കെ ഒന്ന് പറയാമോ? 2020 കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ അവിടെ സ്റ്റാൻഡേർഡായി കുറച്ച് സ്റ്റുഡൻസ്. റഷ്യയിൽ മാത്രമല്ല പല രാജ്യത്തായിട്ട് മലയാളി സ്റ്റുഡൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടു. മലയാളി മാത്രമല്ല ഇന്ത്യൻ സ്റ്റുഡൻസ് സ്റ്റാൻഡേർഡായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് എങ്ങനെയും ഇന്ത്യക്ക് തിരിച്ചു വരണം എന്നൊരു സ്ഥിതി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മുരളീധരൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സാർ ഇടപെട്ടിട്ടാണ് വിത്തിൻ ഒരു 2-3 വീക്സിനകം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് വലിയൊരു സംഭവമായിരുന്നു വന്ദേ ഭാരത് മിഷൻ. ഞങ്ങൾ ഭയങ്കര പേടിയായിരുന്നു. ഇനി അവിടെ നിന്ന് കോവിഡ് വന്ന് ഞങ്ങൾക്ക് എന്താവും, വീട്ടുകാരും അതുപോലെ പാനിക്കായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ട് സാറും ബാക്കി ആൾക്കാരും ഒക്കെയാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്. അത് 2020 ജൂണിലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണോ വി മുരളീധരൻ ചേട്ടനെ കണ്ടതും? അങ്ങനെ അതെ, സാറിനെ കണ്ടത് നാട്ടിൽ വന്നതിന് ശേഷമാണ്. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇലക്ഷൻ കാര്യവും നോമിനേഷനും ഒക്കെ നടന്നത്, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ആസ് എ ടോക്കൺ ഓഫ് ലവ് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് സാറിന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് നോമിനേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു റെസ്പെക്റ്റും അന്ന് ആ സാഹചര്യത്തിൽ സാറ് ഹെൽപ്പ് ചെയ്തത് വളരെ ഒരു വലിയ കാര്യമാണ്. അപ്പം വീട്ടിലും എല്ലാവരും പാനിക്കിങ് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ലവ് ആൻഡ് റെസ്പെക്റ്റ് ആണ് സാറിന് ആ ഒരു എമൗണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ച് കൊടുത്തത്. സാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവും. ഒരേ ഒരു കേന്ദ്രമന്ത്രിയാണ്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് അവിടെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും എന്തായാലും യൂസ്ഫുൾ ആണ്. കോവിഡ് സമയത്ത് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അതായത് നമ്മൾ രാജ്യത്തിന് പുറത്ത് ഉള്ളവരായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ എങ്ങനെ അവിടെ നിന്ന് നാട്ടിലെത്തും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായ സമയത്ത് മുരളീധരൻ ചേട്ടനായിരുന്നു ഒരുപാട് പേർക്ക് സഹായകമായത്. അപ്പൊ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, മുരളീധരൻ സാർ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനമായി. ചേട്ടൻ മുഖാന്തരമാണ് ഇപ്പൊ ഇങ്ങ് വരാനും ഒക്കെ പറ്റിയത്, വന്ദേ ഭാരത് അയച്ചതും ഒക്കെ. ഇനിയും മുരളീധരൻ സാറ് ഭരണത്തിൽ കയറിയാൽ ഞങ്ങളെ പോലുള്ളവർക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും ചെന്ന് പറയാൻ പറ്റും. അതെ, ഇപ്പൊ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് മക്കളാണെങ്കിൽ ആരാണെങ്കിലും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതെ. അപ്പൊ അന്നത്തെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു? അന്ന് കോവിഡ് സമയമല്ലായിരുന്നു. അന്ന് നല്ല ഭയം ഉണ്ടായിരുന്നു. സുരക്ഷിതമായിട്ടും എത്തിച്ചതിന് ശേഷമാണ് ആ ശ്വാസം നേരെ വീണത്. വി മുരളീധരൻ ചേട്ടൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ ചെറുതൊന്നുമല്ല. ഇന്ന് അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹം ജയിച്ചു വന്നാലും അദ്ദേഹത്തിന്റെ സ്വപ്നവും ലക്ഷ്യമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെയും നാടിന്റെ വികസനവും തന്നെയാണ്. ക്യാമറാമാൻ ഫ്രെഡിയോടൊപ്പം വൈശാഖ്, ജന്മഭൂമി ഓൺലൈൻ.